لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد സർവാദരണീയരായ അധ്യക്ഷരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, സുഹൃത്തുക്കളെ, ജാസിയം നടത്തുന്ന മഹ്ഫിൽ 2025 മഹത്തായ ഈ വേദിയിൽ ഖുർആൻ മാനവർക്ക് മാർഗദർശി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അജ്ഞതയിലും അന്ധകാരത്തിലും ആണ്ടുകിടന്ന ഒരു സമൂഹത്തിൽ മാറ്റത്തിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച മാനവരാശിക്ക് മാർഗദീപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അക്ഷരജ്ഞാനമില്ലാത്ത സാധാരണക്കാരൻ മുതൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർ വരെ അത്ഭുതത്തോടെയും ജിജ്ഞാസയോടെയും ഉറ്റുനോക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഏതെങ്കിലും ഒരു കാലത്തേക്ക് പരിമിതപ്പെടുത്താൻ സാധ്യമാവാത്ത വിധം ധാർമ്മികതയുടെയും വൈജ്ഞാനികതയുടെയും പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഖുർആൻ ലോകത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നു. പ്രിയരെ, ഖുർആൻ മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളിലും സമഗ്രമായ ബോധനം നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ ശരിയായ പാത, നേരായ പാത, സിറാത്തുൽ മുസ്തഖീം കണ്ടെത്താൻ കഴിയും. ഖുർആൻ മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്നും അവനെ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെ നിർവചിക്കുമ്പോഴും സാമൂഹിക ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും വൈജ്ഞാനിക ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്നു. നഖം മുറിക്കുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെയുള്ള എല്ലാ മേഖലകളിലും പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൻ്റെ നാനാതുറകളിലെ വ്യവഹാരങ്ങളെക്കുറിച്ചും സമഗ്രമായ ബോധനം നൽകുന്നു പരിശുദ്ധ ഖുർആൻ. സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ നൽകുന്നുണ്ട്. അതുപോലെ ലോകത്ത് വൈജ്ഞാനിക വിപ്ലവം സാധ്യമാക്കിയത് ഖുർആനിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ജീവിച്ച ഇബ്നു ഹൈതമിനെയും അൽ ഖവാരിസിനെയും ഇബ്നു സീനയെയും പോലുള്ള ഒരു തലമുറയാണ് ലോകത്തെ വിജ്ഞാന വിപ്ലവം സാധ്യമാക്കിയിട്ടുള്ളത്. മധ്യകാലഘട്ടത്തിലെ ശാസ്ത്രീയ വളർച്ചയ്ക്കും പിന്നിൽ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് തുടങ്ങിയ ഖുർആൻ ആയത്തുകളുടെ പ്രചോദനമുണ്ടായിരുന്നു. ലോകത്തെ വൈജ്ഞാനികമായി കീഴടക്കാനും മാതൃകായോഗ്യമായ പുതുതലമുറയെ വാർത്തെടുക്കാനും സഹായിക്കുന്നു. വിനയം, കാരുണ്യം, ക്ഷമ തുടങ്ങിയവരെ പ്രോത്സാഹിപ്പിക്കുന്നു. തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാനും അവരെ ശപിക്കരുതെന്നും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധ ഖുർആൻ. ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡു പറഞ്ഞത്, മറ്റൊരു ഗ്രന്ഥവും വിശുദ്ധ ഖുർആനിനെ പോലെ ജീവിതത്തിൻ്റെ മുഴുമണ്ഡലങ്ങൾക്ക് വിശദീകരണമോ പരിഹാരമോ നൽകുന്നില്ല. അവിശ്വാസികൾ പോലും ഖുർആനിൻ്റെ മൂല്യവും പ്രാധാന്യവും വിളിച്ചു പറയുന്നത് ഖുർആനിൻ്റെ മാനവരാശിക്ക് മുഴുവൻ മാർഗനിർദ്ദേശമാണെന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അഹ്ലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.